നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും കൂട്ടരുടെയും ലോകത്തെ ഞെട്ടിച്ച പെണ്ണും പണവും ഒഴുകുന്ന ഗാസ ഏറ്റെടുക്കൽ പദ്ധതിയെ അടിവേരോടെ പിഴുതെറിയുകയാണ് അറബ് ലോകം. വെറും വാക്കുകൾ മാത്രമല്ല, ഗാസ ഏറ്റെടുക്കുകയും 2 ദശലക്ഷത്തിലധികം പലസ്തീനികളെ ഒഴിപ്പിക്കുകയും ചെയ്യുക എന്ന ട്രംപിന്റെ ആശയത്തെ എതിർക്കുന്ന അറബ് രാജ്യങ്ങൾ $53 ബില്യൺ ബദൽ പദ്ധതിയുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കൊയ്റോയിൽ നടന്ന അടിയന്തര ഉച്ചകോടിയിലാണ് ഗാസ പുനർനിർമ്മാണത്തിനുള്ള ബദൽ പദ്ധതി അറബ് നേതാക്കൾ അംഗീകരിച്ചത്. ഈജിപ്ത് തയ്യാറാക്കിയ പദ്ധതി ഉച്ചകോടി അംഗീകരിക്കുകയായിരുന്നു. ഈജിപ്ത് പദ്ധതി ഇപ്പോൾ ഒരു അറബ് പദ്ധതിയായി മാറിയെന്ന് മണിക്കൂറുകൾ നീണ്ട സമ്മേളനത്തിനൊടുവിൽ അറബ് ലീഗ് സെക്രട്ടറി ജനറൽ അഹമ്മദ് അബുൽ ഗെയ്റ്റ് പ്രഖ്യാപിച്ചിരുന്നു. ഈജിപ്ത് പദ്ധതി ഇപ്പോൾ ഒരു അറബ് പദ്ധതിയായി മാറിയെന്ന് മണിക്കൂറുകൾ നീണ്ട സമ്മേളനത്തിനൊടുവിൽ അറബ് ലീഗ് സെക്രട്ടറി ജനറൽ അഹമ്മദ് അബുൽ ഗെയ്റ്റ് പ്രഖ്യാപിച്ചിരുന്നു. നിർബന്ധിതമായ ഏതൊരു കുടിയിറക്കത്തെയും തള്ളിക്കളയുക എന്നതാണ് അറബ് നിലപാടെന്ന് അദ്ദേഹം അടിവരയിട്ടു. ആഗോളതലത്തിൽ തന്നെ വലിയ ഞെട്ടലുണ്ടാക്കിയ മിഡിൽ ഈസ്റ്റ് റിവിയേറ എന്ന് ലേബൽ ചെയ്ത ട്രംപ് പദ്ധതിയെ പ്രതിരോധിക്കാൻ തണൽ വൃക്ഷങ്ങളും ഇലകൾ പൊഴിഞ്ഞു കിടക്കുന്ന പരിസരവും ഗംഭീരമായ പൊതു കെട്ടിടങ്ങളുമുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ 91 പേജുള്ള ഒരു വിശദമായ ബ്ലൂ പ്രിന്റ് ഈജിപ്ത് തയ്യാറാക്കിയിരുന്നു. നശിച്ചുപോയ ഗാസ പ്രദേശത്തെ മനോഹരമായി പുനഃസൃഷ്ടിക്കുക എന്നത് മാത്രമല്ല, എല്ലാ പൗരാവകാശങ്ങളുമുള്ള ഒരു പലസ്തീൻ രാഷ്ട്രം എന്ന വിശാല സങ്കല്പം പൂർത്തീകരിക്കുക എന്നത് കൂടിയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നതെന്നാണ് അറബ് നേതാക്കൾ പറയുന്നത്. ഭൗതിക പുനർനിർമ്മാണത്തോടൊപ്പം ഇസ്രയേലിനൊപ്പം ഒരു പലസ്തീൻ രാഷ്ട്രം എന്നൊരു സമാന്തര പദ്ധതി കൂടി വേണമെന്ന് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി തന്റെ ആമുഖ പ്രസംഗത്തിലും ആവശ്യപ്പെട്ടിരുന്നു. നിരന്തര സംഘർഷത്തിനുള്ള ഏക ശാശ്വത പരിഹാരമായി അറബ് രാജ്യങ്ങളും മറ്റുള്ളവരും ഈ നീക്കത്തെ കാണുന്നത്. എന്നാൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹത്തിന്റെ സഖ്യകക്ഷികളും സ്വാഭാവികമായും ഈ ആവശ്യത്തെ ശക്തമായി തള്ളുകയാണ് ചെയ്യുന്നത്. തിരഞ്ഞെടുത്ത സാങ്കേതിക വിദഗ്ധർ അടങ്ങുന്ന പലസ്തീൻ സർക്കാരിന്റെ കുടക്കീഴിൽ ഗാസ മാനേജ്മെന്റ് കമ്മിറ്റി താൽക്കാലികമായി ഗാസയുടെ പുനർനിർമ്മിതി അടക്കമുള്ള ഭരണം നടത്താനും ഈ പുതിയ പദ്ധതി നിർദ്ദേശിക്കുന്നുണ്ട്. അതേസമയം പദ്ധതിയിൽ ഹമാസ് എന്ത് പങ്ക് വഹിക്കുമെന്ന വിഷയത്തിൽ ഒരു വെളിപ്പെടുത്തൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കൂടാതെ ഇസ്രയേലുമായുള്ള സംഘർഷത്തിന്റെ കാരണങ്ങൾ നീക്കം ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും പദ്ധതിയിൽ നിർദ്ദേശത്തിലുണ്ട്. ഹമാസിനെ മാറ്റി നിർത്തി ഗാസയുടെ ഭരണ നിർവഹണം നടത്തണമെന്നും അതല്ല ആ തീരുമാനങ്ങൾ പലസ്തീനികളുടെ ഇഷ്ടത്തിന് വരണമെന്നുമുള്ള അഭിപ്രായങ്ങൾ ചർച്ചയിൽ ഉയരുന്നുണ്ട്. ഗാസയിലെ സുരക്ഷാ പ്രശ്നം കൈകാര്യം ചെയ്യാൻ അന്താരാഷ്ട്ര സമാധാന സേനാംഗങ്ങളെ വിന്യസിക്കാൻ UN സുരക്ഷാ കൗൺസിലിനോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അറബ് ഉച്ചകോടി നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഗാസ പുനർനിർമ്മാണ പദ്ധതിയിലേക്ക് സമ്പന്ന ഗൾഫ് രാജ്യങ്ങൾ ഭീമമായ തുകയുടെ ഒരു ഭാഗം നൽകാൻ തയ്യാറാണെന്ന സൂചനയുമുണ്ട്. എന്നാൽ മറ്റൊരു യുദ്ധത്തിൽ കെട്ടിടങ്ങൾ തകർന്നു വീഴില്ലെന്നും അവർ നൽകുന്ന പണം പാഴാകില്ലെന്നുമുള്ള പൂർണ്ണമായ ഉറപ്പാണ് അവർക്ക് ആശ്വാസം. ഇല്ലെങ്കിൽ ആരും നിക്ഷേപിക്കാൻ തയ്യാറാകില്ല എന്നാണ് വിവരം. ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ഇപ്പോൾ തകർച്ചയുടെ വക്കിലായതിനാൽ ഗാസയിൽ നിക്ഷേപിക്കാൻ അത്ര പെട്ടെന്ന് ആരും തയ്യാറാകില്ല. വൻതോതിലുള്ള കെട്ടിട അവശിഷ്ടങ്ങളും പൊട്ടിത്തെറിക്കാത്ത സൈനിക ആയുധങ്ങളും നീക്കം ചെയ്യാൻ ആരംഭിക്കുന്നതിനായി വേണ്ടിവരുന്ന ഏകദേശം 6 മാസത്തെ പ്രാരംഭ കാലയളവ് ഉൾപ്പെടെ ഗാസ പുനർനിർമ്മിക്കാനുള്ള ഈ പുതിയ അറബ് പദ്ധതി 3 ഘട്ടങ്ങളിലായാണ് വികസിക്കുക. തുടർന്നുള്ള 2 ഘട്ടങ്ങൾ പൂർത്തിയാകാൻ നിരവധി വർഷങ്ങളും വേണ്ടിവരും. 90% വീടുകൾക്കും കേടുപാടുകൾ സംഭവിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തു എന്നാണ് UN പറയുന്നത്. സ്കൂളുകളും ആശുപത്രികളും മുതൽ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളും വൈദ്യുതി ലൈനുകളും വരെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തകർന്നിരിക്കുന്ന ഇവിടെ ഈ നിലയിൽ ആർക്കും ജീവിക്കാൻ കഴിയില്ല എന്നാണ് എല്ലാ അന്താരാഷ്ട്ര ഏജൻസികളും പറയുന്നത്. ഗാസ പുനർനിർമ്മാണ കാലയളവിൽ 1.5 ദശലക്ഷം വരുന്ന പലസ്തീനികളെ താൽക്കാലിക ഷെൽട്ടറുകളിൽ പാർപ്പിക്കും. മനോഹരമായ ഭൂപ്രകൃതിയുള്ള പ്രദേശങ്ങളിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഭവന യൂണിറ്റുകളായിട്ടാണ് തിളങ്ങുന്ന അറബ് പദ്ധതിയുടെ ബ്രോഷറിലെ ഫോട്ടോഗ്രാഫുകൾ ഗാസ പദ്ധതിയെ അവതരിപ്പിക്കുന്നത്.